നിങ്ങളിൽ ഒരാളെ പ്രേക്ഷക വിധിക്കായി ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുക. പരിമിതമായ സമയത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ രണ്ടുപേരും നോമിനേഷനിൽ ഉൾപ്പെടുന്നതാണ്. ഒരു കാട്ടിൽ തന്നെ രണ്ട് സിംഹം വേണോ? രണ്ട് സിംഹം വേണ്ട, ഒരു സിംഹവും ഒരു മരപ്പട്ടിയാകാമല്ലോ. ഈ മലപ്പുറം മൊയ്തീൻ ഒരു കൃത്യം ചെയ്യാന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കും. ഈ ചെമിക്ക് ഏറിയ ഒരാഴ്ച, അത് കഴിഞ്ഞാലോ അത് അന്നേരം ആലോചിക്കാം. അപ്പൊ ഫസ്റ്റ് എന്റെ പോസിറ്റീവ്സ് പറയാം, എന്നിട്ട് നീ നിന്റെ പോസിറ്റീവ്സ് പറഞ്ഞു. പോസിറ്റീവ്സ് അല്ല, ഇതുവരെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ഗെയിമിൽ നീ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? എന്റെ നീ എങ്ങോട്ടാ? എബ്രാഹിം കുട്ടി ബസ് സ്റ്റാൻഡിൽ കൊണ്ട് വിട്ടിട്ട് വരും. അതെന്തിനാ? അതൊക്കെ പിന്നെ പറയാം, വേഗം ചെന്നാട്ടെ. തങ്കപ്പ, നീ പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, തൊഴുത്തിൽ ചാണം വാരാനുണ്ട്. ടാസ്കുകൾ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ കുറേ ടാസ്കുകൾ ജയിച്ചിട്ടുണ്ട്. കുറേ എണ്ണത്തിൽ ഞാൻ ജയിച്ചില്ലെങ്കിലും അതിനകത്ത് എന്റേതായ മാർക്കുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സൂപ്പർ. ഓക്കെ, നോമിനേഷൻ അല്ല, നോമിനേഷൻ എന്ന് വെച്ചാൽ ഞാൻ നല്ല ഗെയിമറാണ്. ഇവിടെ ടാസ്ക് മാത്രമല്ല, ഇവിടെ ബിഗ് ബോസ് ഡേ 1 തൊട്ട് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അഭിഷേക് ടാസ്ക് ചെയ്യാറുണ്ട്, വളരെ മികച്ചതായി തന്നെ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ അഭിഷേക് നല്ല രീതിയിൽ അവിടെ സംസാരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ സംസാരിക്കുന്നതായിട്ടോ ഞാൻ കണ്ടിട്ടില്ല. ഈ മൊയ്തീനിക്കാന്റെ ഓരോ തമാശകള്. കാരണം ഈ ഒരു ടാസ്ക് വെച്ചിരിക്കുന്നത് നമ്മൾ ഒരാളെ നോമിനേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു അഭിഷേകിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അഭിഷേക്. സമയം കഴിഞ്ഞു. നിന്റെ സ്വഭാവം വഷളായി വരും. എനിക്ക് നിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ടടാ. കാരണം കഴിഞ്ഞ ആഴ്ച ചെയ്ത് വെച്ചിട്ടാണ്. നിങ്ങളിൽ ആരാണ് നോമിനേഷനിൽ വരുന്നത്? അഭിഷേക്. തീരുമാനം ആയോ? ആയി. എന്താണ് തീരുമാനം? ഗോപാലകൃഷ്ണ പണിക്കർ എന്ന ഹൗസ് ഓണർ അയാളുടെ വീട്ടിൽ തന്നെ താമസിക്കും എന്നാണ് ആ തീരുമാനം. ഇല്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു ജാസ്മിൻ. ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ, മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ, നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ.